അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സിസ്റ്റങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച്. നമ്മൾ നേരത്തെ DPSPയിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് 45-ൽ പരാമർശിച്ചിരുന്നു. എന്താണ് പഞ്ചായത്തി രാജ് 45-ലല്ല 40-ൽ നമ്മൾ പരാമർശിച്ചിരുന്നു. എന്തായിരുന്നു പഞ്ചായത്തി രാജ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പഞ്ചായത്തി രാജ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഓരോ വിഷയങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ആ കമ്മിറ്റിയെ നിയോഗിക്കുന്നത് മറ്റൊന്നിനുമല്ല, അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അഥവാ ഒരു വിഷയം പഠിച്ച് അതിലെന്താണ് റെക്കമെൻഡേഷൻസ് വേണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നത്. അതായത് ഒരു കമ്മിറ്റിയെ നിയോഗിക്കും, പ്രൊമിനൻ്റ് ആയ പേഴ്സണാലിറ്റിയൊക്കെ വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കും. ഒരുപാട് കമ്മിറ്റികൾ നിങ്ങൾക്ക് പഠിക്കുവാനുണ്ട്, നിരവധി കമ്മിറ്റികളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുണ്ട്. ഞാനത് അടുത്ത ക്ലാസ്സുകളിൽ സംസാരിക്കും. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ അഭിപ്രായ പ്രകാരമാണ് പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. നമുക്കറിയാം പഞ്ചായത്തി രാജ് സംവിധാനം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ച് പഠിച്ചപ്പോൾ ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ്, ഫെഡറൽ കൺട്രിയാണെന്ന് നമ്മൾ പഠിച്ചു. ഫെഡറൽ കൺട്രി എന്ന് പറയുമ്പോൾ അധികാരം വികേന്ദ്രീകരിച്ച് കൊടുക്കുന്നതിനെയാണ് ഗാന്ധിജി ആഗ്രഹിച്ച ഒന്നാണ്. വികസനം എന്നുള്ളത് ഗ്രാമങ്ങളിലേക്ക് എത്തുവാൻ വികേന്ദ്രീകരണ ഭരണമുണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് പറയുന്ന സിദ്ധാന്തമാണിത്, ഫെഡറൽ സിസ്റ്റം. അതുകൊണ്ടാണല്ലോ യൂണിയൻ ഗവൺമെന്റ് ഉള്ളപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ തന്നെ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിലെ ഭരണഘടനയിൽ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ. പഞ്ചായത്തി രാജ് സംവിധാനം എന്ന് പറയുന്നത് 3 ടയർ പഞ്ചായത്ത് സംവിധാനമാണ് നിലവിൽ ഇവിടെയുള്ളത്. അതില് ഒറ്റ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം, എവിടെയാണ് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എന്നുള്ളതാണ്. 1950 നവംബറിലാണ് രാജസ്ഥാനിൽ, 59 നവംബറിലാണ് രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത്. പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കുന്നത് ആദ്യമായിട്ട് രാജസ്ഥാനിലാണ്. 1959 നവംബർ 2-ാം തീയതിയാണ് അത് വരുന്നത്. വിവിധ തരത്തിലുള്ള പഞ്ചായത്തുകളുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, ജില്ലാ പഞ്ചായത്തുകളുണ്ട്. പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുമ്പോൾ എന്താണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനം? 5 വർഷമാണ് ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയുടെ കാലാവധി എന്ന് പറയുന്നത്. അതായത് ഒരു പഞ്ചായത്ത് ഭരണസമിതി 5 വർഷം ഭരിക്കുന്നു. ആ ഭരിക്കുന്നത്, തെരഞ്ഞെടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഇലക്ഷൻ മുഖാന്തരമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുഖാന്തരമാണ് പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതിനാണ് വാർഡുകളുള്ളത്. വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു 1000-ഓളം അല്ലെങ്കിൽ അതിലധികമോ വരുന്ന ജനങ്ങളാണ് ഈ വാർഡിലുണ്ടാവുന്നത്. 2000 താഴെ വരുന്ന ആളുകളാണ് ഒരു വാർഡിൽ സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പോൾ വാർഡ് വരുന്നു, ഇലക്ഷൻ നടക്കുന്നു. അങ്ങനെ ഇലക്ഷൻ നടക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അങ്ങനെ പഞ്ചായത്തിന് പ്രസിഡന്റ് ഉണ്ടാവുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജിന് ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അതിന് ഡെവലപ്മെന്റൽ ഫങ്ഷൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്,
കൊമേഴ്സ്യൽ ഫങ്ഷൻസ് ഉണ്ട്, ഡിഫറെന്റ് ഫങ്ഷൻസ് എന്തിനുണ്ട്, അവയ്ക്കുണ്ട്. അവർക്കുള്ള വരുമാനം എന്ന് വെച്ചാൽ ടാക്സുകളുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കുന്ന പബ്ലിക് കോൺട്രിബ്യൂഷൻസും അതുപോലെ തന്നെ ഗ്രാൻഡുകളുമാണ് എന്തുള്ളത് പഞ്ചായത്തുകൾക്കുള്ളത്. അപ്പോ പഞ്ചായത്ത് എന്ന് പറയുന്നത് വളരെ അടിത്തട്ടിലേക്ക് ഭരണം എത്തുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് പഞ്ചായത്ത് രാജ് സംവിധാനം നിലകൊള്ളുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വാർഡ് മെമ്പർ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്രത്തോളം വിലയുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഒരു ഭരണാധികാരി, റൂട്ട് ലെവൽ ഭരണാധികാരിയാണ് ആര്, വാർഡ് മെമ്പർ എന്ന് പറയുന്നത്. റൂട്ട് ലെവൽ ഭരണ സംവിധാനമാണ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനമാണ് പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ വരുന്നുണ്ട്, മുനിസിപ്പാലിറ്റികൾ വരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പഞ്ചായത്തിന്റെ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. അതായത് ബ്ലോക്ക് ലെവലിൽ എന്തെയും ഒരു പഞ്ചായത്ത് ഉണ്ടാവും. അത് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ബ്ലോക്ക് ലെവൽ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പല സംസ്ഥാനങ്ങളിലും പല പേരുകളിലുമാണത്. അതുപോലെ തന്നെ വീക്കർ സെക്ഷനായ SC ST കാരിക്കൊക്കെ വുമൻസിനൊക്കെ എന്തുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻ ഈ പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് എന്ത് ചെയ്യുന്നത്, അലോട്ടഡ് ദം ബൈ സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്. അടുത്തത് ജില്ലാ പഞ്ചായത്തുകളാണ്. അതൊരു ജില്ലയെ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചായത്തുകളാണ് ജില്ലാ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്ത് സമിതിയിലും റിസർവേഷൻ നൽകുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങളാണ് നിലവിൽ ഉള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഞ്ചായത്ത് സംവിധാനത്തിന്റെ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്, പഞ്ചായത്ത് രാജിനെ കുറിച്ചിട്ടാണ് നിലവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു വിഷയമാണ് കാശ്മീരിന്റെ പ്രത്യേക പ്രൊവിഷനെ കുറിച്ച് പറയുന്നിട്ടുള്ള ആർട്ടിക്കിൾ 317 നിലവിൽ അത് എടുത്തു മാറ്റിയിരിക്കുന്നു. കാശ്മീരിന് ഇന്ത്യയുടെ ഏത് ആക്ടുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് കാണാം. അഥവാ കാശ്മീരിലാണ് നിയമം ബാധകമല്ല എന്നുള്ളതാണ്, സെപ്പറേറ്റ് നിയമമാണ് എന്നുള്ളതാണ്. നിലവിൽ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവരിൽ നിന്ന് എടുത്തു മാറ്റിയതായിട്ട് കാണുവാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോക്പാലിനെ കുറിച്ചിട്ടാണ്. ലോക്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒംബുഡ്സ്മാനാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള, നമ്മൾ ലോക്പാലിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അന്നാ ഹസാരിയുടെ സമരങ്ങളെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ലോക്പാൽ എന്ന് പറയുന്നത് നമ്മൾ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അത് ലോക്പാൽ ബില്ലിനെ സംബന്ധിച്ചിടത്തോളം അത് സെൻട്രൽ ഗവൺമെന്റ് ആകുമ്പോൾ ലോക്പാൽ വരും, സ്റ്റേറ്റ് ഗവൺമെന്റ് ആകുമ്പോൾ ലോകായുക്ത വരും. അപ്പോ ഇത് ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത് 1968 പിന്നെ അതിനുശേഷം പിന്നെ 1968 രാജ്യസഭയിൽ എന്ത് ചെയ്തു, ഇത് പാസ്സാവാതെ പോയി, അതിനവിടെ കിടന്നു. പിന്നെ അതിനുശേഷം 1971, 77, 85, 89, 96, 98, 2001, 2004 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബില്ല് പാസ്സാക്കാനുള്ള ശ്രമം നടന്നു. അപ്പോ UPA ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തു, ജുഡീഷ്യറിയെയും എന്ത് ചെയ്തിട്ടുണ്ട്, ലോക്പാലിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്, അതിനുള്ള ഒരു ഒംബുഡ്സ്മാനാണ്. അപ്പൊ ഈ അഴിമതി തടയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അഴിമതിക്ക് പൊളിറ്റീഷ്യൻസ് ആണ് വരും. ഈ നിയമം പ്രധാനമായിട്ട് പരാമർശിക്കുന്നത് പൊളിറ്റീഷ്യൻസിന്റെ കറപ്ഷൻ ഇതിന്. അപ്പോ UPA ഗവൺമെന്റ് ആണല്ലോ നിരവധി വർഷങ്ങളിൽ എന്ത് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതായിട്ട് ഇരുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ജുഡീഷ്യറിയെയും, ഞങ്ങള് പൊളിറ്റീഷ്യൻസ് മാത്രമല്ല ജുഡീഷ്യറിയെയും ഇതിൽ കൊണ്ടുവരാനുള്ള ശ്രമം UPA ഗവൺമെന്റ് എന്ത് ചെയ്തിരുന്നു, നടത്തിയിരുന്നു. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്ററെ ബാധിക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ
പൊളിറ്റീഷ്യൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാവരുത്, ഇതെല്ലാവരെയും ഇതാക്കണമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫ്രറ്റേണിറ്റി എന്ത് ചെയ്തു? ലോക്പാലിനെ എതിർത്തിരുന്നു. അതുപോലെ തന്നെ അതാണ് നമുക്കിത് പാസ്സാക്കി എടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിലനിൽക്കുന്നത്. കാരണം പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല, അഴിമതി നടക്കുന്നുണ്ടാവും. മേ ബി അവര് ചിലപ്പോൾ സ്വകാര്യതയുടെ വയലേഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ആ ലോക്പാലിനെ അവർ അംഗീകരിക്കാതെ വരുന്നത്. ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം 17 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ ലോകായുക്ത നടപ്പിലായി കഴിഞ്ഞു. ആദ്യമായിട്ട് നടപ്പിലാക്കിയത് 1971 ഒറീസയാണ്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്റ്റേറ്റിലും ഒരേപോലെയല്ല നടപ്പിലാക്കിയിരിക്കുന്നത്. ചില സ്റ്റേറ്റില് എലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സിന് മാത്രമാണ്, ചീഫ് മിനിസ്റ്റർ അടക്കം എലക്റ്റഡ് റെപ്രസെന്റേറ്റീവിന് മാത്രമാണ് എന്ത് ലോകായുക്ത. ലോകായുക്തം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്പാലിന്റെ സ്റ്റേറ്റ് സംവിധാനമാണ്. ചില സ്റ്റേറ്റില് ആണെങ്കിൽ എന്താണ്, ലെജിസ്ലേറ്റീവിന് മൊത്തം വരുന്നുണ്ട്, പൊളിറ്റീഷ്യൻസ് വരുന്നുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ വരുന്നുണ്ട് സംഭവം. അതുപോലെ തന്നെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്ത എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് മെഷീനറി സംവിധാനമൊന്നുമല്ല, ഇൻവെസ്റ്റിഗേഷൻ സംവിധാനം. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ ഗവൺമെന്റ് ഏജൻസി വിച്ച്, അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് ഏജൻസിയെ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനമാണ് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോ ലോക്പാലും ലോകായുക്തയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് നമുക്ക് പോവാം. ഇൻഡെലിബിൾ ഇങ്കിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ ഇൻഡെലിബിൾ ഇങ്ക് എന്നറിയാം, നമ്മൾ എലക്ഷന് നിങ്ങൾ പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളുടെ പോയിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പോൾ പേരൻസ് പോയിട്ട് നിങ്ങൾക്ക് അറിയാം, എലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ കയ്യും എന്തുണ്ടാവും, ഒരു ഇങ്ക് ഉണ്ടാവും. അത് ഇൻഡെലിബിൾ ഇങ്ക് എന്നാണ് അതിന് പറയുന്നത്. അത് ജനറൽ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഈ ലിങ്കിന് വഹിക്കുന്നത്. ഇതൊരു സാധാരണ ലിങ്ക് അല്ല. അതായത് ചിലപ്പോൾ ഈ ലിങ്ക് എന്ത് ചെയ്യും, മാസങ്ങളോളം കിടക്കും, ഇത് മായ്ക്കാൻ പറ്റില്ല, മാസങ്ങളോളം എന്ത് ചെയ്യും, അത് കിടക്കും. ഇത് ഉണ്ടാക്കുന്നത് മൈസൂരിലെ പെയിൻസ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതായത് ഗവൺമെന്റ് കമ്പനിയാണ്, കർണാടക ഗവൺമെന്റ് ഒരു കമ്പനിയാണിത്. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇങ്ക് ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിലേക്കും ഒക്കെ കയറ്റി അയക്കുന്നത് അവരാണ്. അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന മറ്റൊരു ഭാഗമാണ്. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് എന്ത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരും, നമ്മളെ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിക്കാരന് ഒരു നിയമവും ഉയർന്ന ജാതിക്കാരന് മറ്റൊരു നിയമവും എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മളെ മുമ്പിൽ നിന്ന് പോലെ പലർക്കും പല നിയമമായിരുന്നു. പക്ഷേ ഈ റൂൾ ഓഫ് ലോ വരുമ്പോൾ എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ് എന്നുള്ളതാണ്. അവൻ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ ഏത് ഇതായിക്കോട്ടെ എല്ലാവരും എന്താണ് തുല്യം. അതാണ് നമ്മൾ ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആർട്ടിക്കിൾ 14 പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരെയും, അതിപ്പോൾ നമ്മളെല്ലാവരും, അവൻ കറുത്തവനായിക്കോട്ടെ വെളുത്തവനായിക്കോട്ടെ കേരളത്തിൽ ജനിച്ചവനായിക്കോട്ടെ കർണാടക ജനിച്ചവനായിക്കോട്ടെ അതുപോലെ തന്നെ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിക്കോട്ടെ എല്ലാവർക്കും എന്താണ് നിയമം ഒന്നാണ് എന്ന് പറയുന്നതാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അതായത് നിയമത്തിന്റെ മനുഷ്യന് ഒരു മനുഷ്യനില്ല, അല്ലെ, നിയമത്തിന്റെ മുകളിലായിട്ട് ഒരു മനുഷ്യനില്ല എന്ന് പറയുന്നതാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോ ഒരു മനുഷ്യനെയും എന്ത് ചെയ്യുക, ഡിസ്ക്രിമിനേഷനറി പരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബ്രീച്ച് ഓഫ് ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പാടില്ല, നിയമം തെറ്റിച്ചാലല്ലാതെ അദ്ദേഹം ബ്രീച്ച് ഓഫ് ലോ അത് തെറ്റിച്ചാൽ എന്ത് ചെയ്യും, അദ്ദേഹത്തെ പണിഷ് ചെയ്യും ലോ. ബട്ട് മറ്റുള്ള വേയിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും പണിഷ് ചെയ്യുവാനുള്ള ഒരു റൈറ്റും ഇല്ല. ഒരു നിയമം തെറ്റിച്ചാലല്ലാതെ മറ്റൊരു കാര്യത്തിനും എന്ത് ചെയ്യാൻ പാടില്ല, അദ്ദേഹത്തെ പണിഷ് ചെയ്യാൻ. ഈക്വാലിറ്റി ബിഫോർ ലോ, ലോ വൺ ഈസ് അബോവ് ലോ. ഒരു മനുഷ്യനും നിയമത്തിന്റെ മുകളിലില്ല എന്ന് പറയുന്നതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. അഥവാ എല്ലാ മനുഷ്യരെയും നിയമത്തിന്റെ മുമ്പിൽ തുല്യമായി കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ സുപ്രീം ലോ ഓഫ് ദ ലാൻഡ്.
കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം അത് സുപ്രീമസിയാണ്. അതായത് ലാൻഡിന്റെ ഏറ്റവും ഉന്നതമായ സാധനം കോൺസ്റ്റിറ്റ്യൂഷനാണ്. മറ്റു എല്ലാ ആക്ടുകളും മറ്റെല്ലാ നിയമങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ താഴെയാണ് എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ദ ബേസ്. എന്ത് നിയമവും നിയമവിരുദ്ധമാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമാണെങ്കിൽ അത് നിയമമല്ല. എല്ലാത്തിലുപരിയായിട്ടുള്ളതാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സാധനം എന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ആർട്ടിക്കിൾ 14, ദ റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് തുല്യതയ്ക്കുള്ള റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന നിയമമുണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ളതാണ് 14 പറയുന്നത്. 15 പറയുന്നത് റൈറ്റ് അഗൈൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് എക്സെട്ര. ആർട്ടിക്കിൾ 16 പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. 17 abolishment of untouchability. 18 abolishment of titles. 19 കുറച്ച് കാര്യങ്ങൾ അധികം പറയുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് അസംബ്ലി, ഫ്രീഡം ടു ഫോം അസോസിയേഷൻ. ഞാൻ ഡീപ്പായിട്ട് ക്ലാസ്സുകളിൽ കഴിഞ്ഞ ക്ലാസ്സുകൾക്ക് ഡിസ്കസ് ചെയ്തതാണ്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, freedom to reside and settle, freedom of profession, occupation, trade or business. Article 20, protection in respect of conviction for offences. 21, protection of life and personal liberty. 22, safeguard against the arbitrary arrest and detention. 23 and 24, right against exploitation. 25 to 28, right to freedom of religion. 29 and 30, right to preserve one's culture and a right to minorities to establish and manage educational institutions. ഒന്നുകൂടി ഞാൻ പറയാം. റൈറ്റ് ടു പ്രിസർവ് വൺസ് കൾച്ചർ ആൻഡ് റൈറ്റ് ടു മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞിരുന്നു കുറച്ച് പതുക്കെ എടുക്കണമെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പതുക്കെ റീഡ് ചെയ്ത് പോകുന്നത്. അടുത്തത് 32 ആണ്. Article 32, right to move the Supreme Court to enforce the fundamental right. Article 44, Uniform Civil Code. Article 45, free and compulsory education. Article 51A, fundamental duties. Article 141, judgment of the Supreme Court binding on all courts in India. അതായത് എല്ലാ കോടതിയിലും സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റ് ബൈൻഡ് ചെയ്യണം, അത് പരിഗണിക്കണം എന്നുള്ളതാണ് പറയുന്നതാണ്. 141, judgment of the Supreme Court binding on all courts in India. 143, advisory jurisdiction of Supreme Court. 100, quorum of the Parliament. 226, right to move the High Court. 280, the Finance Commission. 350, Union Public Service Commission. 340, Commission for Backward Classes. 352, National Emergency. 356, Financial Emergency. 56 സ്റ്റേറ്റ് എമർജൻസി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ആണ്. 360 ഫിനാൻഷ്യൽ എമർജൻസി. 365
constitutional emergency when the state failed to comply with the center's executive direction. അതായത് സെൻട്രലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ സ്റ്റേറ്റ് ഫെയിൽ ആയി കഴിഞ്ഞാലാണ് എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷണൽ എമർജൻസി ഇത് ചെയ്യുക എന്ന് 365 കുറച്ചും കൂടി ഡീപ്പായിട്ട് പറയുകയാണ്. 368 പവർ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള അതിനെ കുറിച്ച് ഞാൻ അതിന്റെ ഡീപ്പായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു. 370 സ്പെഷ്യൽ സ്റ്റാറ്റസ് ടു ജമ്മു ആൻഡ് കാശ്മീർ. 324 ഇലക്ഷൻ കമ്മീഷൻ. ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. അടുത്തത് ചില കമ്മിറ്റികളുടെ ചെയർമാൻ ആരാണ്, വർഷം ഏതാണ്, പർപ്പസ് എന്താണ് എന്നതിനെ കുറിച്ചിട്ട് പരിശോധിക്കാം. കമ്മിറ്റി എന്താണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. സർക്കാർ ഒരു പ്രത്യേക വിഷയം പഠിക്കുവാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കും. അങ്ങനെ ആ കമ്മീഷൻ എന്ത് ചെയ്യുക, പഠിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ആ കമ്മിറ്റിയാണ് സാധാരണ കമ്മിറ്റികളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒന്നാമത്തേത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. അതൊരു പഠിച്ച് തയ്യാറാക്കിയ കമ്മിറ്റി ഒന്നുമല്ല. ഞാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ചിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ 13 കമ്മിറ്റികൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ എല്ലാവരും പഠിച്ചു വരുന്ന കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് ഡോക്ടർ BR അംബേദ്കർ ചെയർമാനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമായിരുന്നു. ആ കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1946 അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ കമ്മിറ്റികളും 13 കമ്മിറ്റികൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ നിന്ന് 13 കമ്മിറ്റികളെ ഉപയോഗിച്ചിരുന്നു. കാരണം പല വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി 13 കമ്മിറ്റികൾ നിയോഗിച്ചു. അങ്ങനെ ആ കമ്മിറ്റികൾ റിപ്പോർട്ട് സമർപ്പിക്കുക. അങ്ങനെ ആ കമ്മിറ്റികൾ റിപ്പോർട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തലായിരുന്നു BR അംബേദ്കർ അധ്യക്ഷനായിട്ടുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം 1946. അഡ്വൈസറി കമ്മിറ്റി ഓൺ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റീസ് 1946 സർദാർ വല്ലഭായ് പട്ടേൽ. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞ് to prepare the chapter on fundamental rights and the protection of the right of minorities. അതും നേരത്തെ സൂചിപ്പിച്ചൊരു വിഷയമാണ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ് അടുത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. അതും 1946 ആ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ കമ്മിറ്റിയുടെ ഹെഡ്. ടു പ്രിപ്പയർ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു പ്രിപ്പയർ ദ ഡ്രാഫ്റ്റ് of powers to be the exercised by the union government. അടുത്തത് ലിംഗ്വിസ്റ്റിക് പ്രൊവിനൻസ് കമ്മീഷൻ ആയിരുന്നു 1946. SK ദാർ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയെ കുറിച്ച് ഞാൻ വളരെ ഡീപ്പായിട്ട് മുമ്പ് സംസാരിച്ചിരുന്നു. കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ടു എക്സാമിൻ ദ ഫെസിബിലിറ്റി ഓഫ് ദ എൻട്രി ഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓൺ ദ ലിംഗ്വിസ്റ്റിക് ബേസിക്. ഭാഷാടിസ്ഥാനത്തിൽ കമ്മിറ്റിയെ നിയോഗിക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഗവൺമെൻറ് അത് അംഗീകരിച്ചില്ല. പിന്നീട് ഫസൽ അലി കമ്മിറ്റി സെയിം ഇഷ്യൂമായി വന്ന ഫസൽ അലി കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് പിന്നീട് സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത്. സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മിറ്റി 1953 ഫസൽ അലിയാണ് ആ കമ്മിറ്റി ഇത് ചെയ്യുന്നത്. ലിംഗ്വിസ്റ്റിക് ബേസിൽ പുതിയ സ്റ്റേറ്റുകൾ രൂപീകരിക്കാമെന്നുള്ളതാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. ഫസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ 1953 കാക്ക കലേൽക്കർ കമ്മീഷനാണത്. അതിന് ലക്ഷ്യം എന്ന് പറയുന്നത് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കണ്ടീഷൻ ഓഫ് ദ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ഫോർ ദെയർ അഡ്വാൻസ്മെന്റ്. അതാണ് ആ കമ്മിറ്റിയുടെ ലക്ഷ്യം. അടുത്ത കമ്മിറ്റി വരുന്നത് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷനാണ്. 1979 BP മണ്ഡൽ കമ്മീഷൻ. BP മണ്ഡൽ ആയിരുന്നു അതിന്റെ ചെയർമാൻ. സോഷ്യലി എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ഫോർ ദെയർ ആൻഡ് അഡ്വാൻസ്മെന്റ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാനുള്ള കമ്മീഷനാണ്. റിസർവേഷനുമായിട്ട് പ്രധാനപ്പെട്ട ബന്ധം വരുന്നത് അതിനാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി 1976 സ്വരൺ സിംഗ് കമ്മിറ്റി വരുന്നത്. സർദാർ സ്വരൺ സിംഗ് ആണ് അതിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. ടു മേക്ക് റെക്കമെൻഡേഷൻ അബൌട്ട് ദ ഇൻസർട്ടൈൻ ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അത്. വർമ്മ കമ്മിറ്റി ഓൺ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ 1999 ആ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ജസ്റ്റിസ് വർമ്മയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. To identify legal provision for the implementation of the fundamental duties എന്നതായിരുന്നത്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ 1966 മൊറാർജി ദേശായി ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. എക്സാമിനേഷൻ ഓഫ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ എന്നുള്ളതാണ്. സെൻട്രൽ സ്റ്റേറ്റ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പരിശോധിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യം. സർക്കാരിയ കമ്മീഷനായിരുന്നു 1983 സർക്കാരിയ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. സർക്കാരിയായിരുന്നു അതിന്റെ അധ്യക്ഷൻ. To examine the review the and working existing
working of existing arrangement between the center and state. അടുത്തത് സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മീഷനാണ്. 2005 വീരപ്പ മൊയ്ലിയായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. ടു റിവംപ് ദ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഷാ കമ്മീഷൻ 1975 ഷാ. ടു ഇൻവെസ്റ്റിഗേറ്റ് ദ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ വാറന്റഡ് ആൻഡ് ഡിക്ലറേഷൻ ഓഫ് ദ എമർജൻസി, അതായിരുന്നു ആ കമ്മീഷന്റെ ലക്ഷ്യം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി നിയോഗിക്കപ്പെടുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പഞ്ചായത്ത് രാജ് പരാമർശിക്കാൻ തുടർന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബൽവന്ത് റായ് ഈ കമ്മിറ്റിയെ കുറിച്ചിട്ട്. അടുത്തത് അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ്. 1977 അശോക് മെഹ്ത്ത കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ടു മേക്ക് റെക്കമെൻഡേഷൻ ടു ദ റിവ്യൂ സ്ട്രെങ്ത് ദ ഡിക്ലൈനിങ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നുള്ളതായിരുന്നു അതിന്റെ ലക്ഷ്യം. സാന്ത്വനം കമ്മിറ്റി 1962 കെ സാന്ത്വനമായിരുന്നു അതിന്റെ അധ്യക്ഷനായിട്ടുള്ളത്. ടു മേക്ക് റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ മെഷീനറി ആയിരുന്നു അതിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ടു റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആ കമ്മിറ്റി രൂപീകരിച്ചത് 2001 MN വെങ്കദ ചലിയ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ അധ്യക്ഷനായിരുന്നത്. To examine as to how far the existing provisions of the Constitution are the responding to the smooth and efficient system of the governance socio-economic development of India. അതുപോലെ തന്നെ ഡെലിമിനേഷൻ ഓഫ് ദ കമ്മീഷൻ 2002 ദ ജസ്റ്റിസ് കുൽദീപ് സിംഗ് ആയിരുന്നു അതിന്റെ അധ്യക്ഷൻ. ടു റീഡ്രോ ദ ആൻഡ് ബൗണ്ടറീസ് ഓഫ് ദ ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യൂഷൻസ് എന്നായിരുന്നു അതിന്റെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. അടുത്ത കമ്മിറ്റി എന്ന് പറയുന്നത് പൂഞ്ചി കമ്മീഷൻ ആണ്. 2007 കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത്. MM പൂഞ്ചിയാണ് അതിന്റെ കമ്മീഷൻ ഹെഡ് ആയിട്ടുണ്ടായിരുന്നത്. ടു എക്സാമിൻ ദ റിവ്യൂ ദ വർക്കിംഗ് ഓഫ് ദ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്, അതായിരുന്നു ആ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ഡീറ്റെയിൽസും എന്ന് പറയുന്നത്. അടുത്തതിൽ നമ്മൾ അമെൻമെന്റുകൾ എന്താണെന്ന് പരിശോധിക്കാം. അതോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് ഏകദേശം പൂർണ്ണമാവുകയാണ്. പിന്നീട് വരുന്നത് ലീഗലിന്റെ ക്ലാസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന്റെ ക്ലാസ്സസ് വരും, അതുപോലെ തന്നെ മെറ്റീരിയൽസും വരും, അതുപോലെ തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും. ഇനി അടുത്തത് ഞാൻ കൈകാര്യം ചെയ്യുന്നത് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂസ് ഞാൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. ലീഗൽ അതുപോലെ തന്നെ ഇംഗ്ലീഷും മറ്റു 2 ഫാക്കൽറ്റീസ് ആയിരിക്കും കൈകാര്യം ചെയ്യുക. ഓക്കെ.